നമസ്കാരം. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയൊരു അവയവമായിട്ടുള്ള ചർമ്മം തന്നെ ചില സൈനുകളൊക്കെ കാണിച്ചു തുടങ്ങുമല്ലേ. അപ്പോൾ അതിലൊന്നാണ് ഏജ് സ്പോട്സ് എന്നുള്ളത്. അത് സർവ്വസാധാരണമായിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ഇത് നേരത്തെ വരുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ സ്കിന്നിന് ആ ഒരു മങ്ങലേറ്റ് തുടങ്ങുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രത്യേകിച്ചും പോഷകാഹാരക്കുറവ് മൂലമോ അല്ലെങ്കിൽ കൊളാജൻ്റെ പ്രവർത്തനം കുറയുന്നത് മൂലമോ ഒക്കെ തന്നെ നമുക്ക് ചുളിവുകളൊക്കെ നേരത്തെ വരുന്നത് തടയാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നല്ലേ, അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രായമല്ല എങ്കിലും നമ്മുടെ ചർമ്മം കാണിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റി സ്കിന്നിനെ നല്ല ഗ്ലോ ആയിട്ട് നിലനിർത്താൻ നമ്മുടെ ആഹാരം തന്നെയാണ് ഒരു പ്രധാന ഘടകം എന്നുള്ളത്. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ വൈറ്റമിൻ സി സിറത്തിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ചർമ്മത്തിന്റെ തിളക്കം മെച്ചപ്പെടുത്തുക, അതുപോലെ ഇത്തരം ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ സി സിറം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടക്കം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് വൈറ്റമിൻ സി സിറം എന്നുള്ളത്. ഇത് ചർമ്മത്തിന് തിളക്കമാർന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സ്കിൻ കെയർ കിറ്റുകളിൽ ഇതിന് വളരെയധികം പ്രചാരം നേടിയിട്ടുള്ള ഒന്നുകൂടിയാണ്. എന്നാൽ ഇത് ഇത്രയേറെ ജനപ്രീതി ഉണ്ടായിട്ടും ഇത് എങ്ങനെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം എന്നുള്ളത് പലർക്കും തന്നെ കൃത്യമായിട്ട് അറിയില്ല. ഇത് വൈറ്റമിൻ സി പലപ്പോഴും സൗന്ദര്യവർദ്ധക ഘടകങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൽ പകുതി മാത്രമാണ് സത്യമുള്ളത്. ചെറിയ അളവിലാണ് നിങ്ങൾ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു ചികിത്സയായി കണക്കാക്കരുത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ചർമ്മത്തിൽ ജലാംശം കൂട്ടാനും അല്ലെങ്കിൽ കൊളാജൻ വർദ്ധിപ്പിക്കുവാനുമാണ് വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് എങ്കിൽ വൈറ്റമിൻ സി അത്ര ഫലപ്രദമായ ഒന്നല്ല. നിങ്ങളുടെ ചർമ്മത്തെ പ്രായമാക്കുന്നതിനടക്കമുള്ള പ്രശ്നങ്ങൾക്ക് വൈറ്റമിൻ സി പൂർണ്ണ അർത്ഥത്തിൽ ഒരു പരിഹാര മാർഗമല്ല എന്ന് വേണം പറയാൻ. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വരുന്നത്? നീലത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്നതും സ്കിന്നിന് അത്തരം സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ സംരക്ഷിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ് വൈറ്റമിൻ സി സിറം എന്നുള്ളത്. ചർമ്മത്തിന്റെ ടോണ് അല്ലെങ്കിൽ നേരത്തെ സൺ സ്പോട്ടുകൾ അല്ലെങ്കിൽ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ ഇതൊക്കെ മായ്ക്കാൻ നിങ്ങൾക്ക് വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാൻ കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ പിഗ്മെന്റേഷൻ കേസിലും തന്നെ ഇതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വൈറ്റമിൻ സി സിറമാണ് പരിചയപ്പെടുത്തുന്നത്. ദ മാൻ കമ്പനി വൈറ്റമിൻ സി ഫേസ് സിറമാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. അതിൽ തന്നെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത, നമുക്ക് തുടക്കക്കാർക്ക് ധൈര്യപൂർവ്വം അലർജി ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കാരണം ഇതിൽ വൈറ്റമിൻ സിയുടെ ഒരു എക്സലൻറ്റ് ഫോം ആയിട്ടുള്ള സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒന്നാണ്. പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതും നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങുന്നതൊക്കെയാണ്. പിന്നെ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സാധാരണ നമ്മൾ യു വി റേഡിയേഷനൊക്കെ തട്ടി കഴിഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളും ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റാനും സ്കിന്ന് നല്ല ഗ്ലോ ആൻഡ് റേഡിയൻ്റ് ആയിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിലൊരു 3-4 ഡ്രോപ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതിന് മുൻപ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് നമുക്ക് ഈ മാൻ കമ്പനിയുടെ തന്നെ വൈറ്റമിൻ സി ഫേസ് വാഷ് ഉപയോഗിക്കാം. ഈ ഫേസ് വാഷിലും തന്നെ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും അതിന് പുറമെ നിയാസിനമൈഡും അടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ സ്കിൻ ടോൺ ഈവനായിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഫേസ് വാഷ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഒരു 3-4 ഡ്രോപ്പ് ഫേസ് സിറം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒരു റൗണ്ടിലൊക്കെ ഫേസിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെയും രാത്രിയും ഒക്കെ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കാനും അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ഇത്തരം ഇറിറ്റേഷനും ആവുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും കൂടെ സഹായിക്കുന്ന വളരെ നല്ലൊരു സിറമാണ്. ഒരാഴ്ച സിറം ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ചർമ്മത്തിന് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും സ്കിൻ ഹെൽത്തും വ്യത്യാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ എങ്കിൽ തുടർന്ന് ഉപയോഗിക്കുക. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒരു ഓറഞ്ച് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ സിമ്പിൾ ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇരുത്താനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു സിറം നമുക്ക് തയ്യാറാക്കിയാലോ. അതെങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളത് നോക്കാം. ഓറഞ്ച് തൊലി മാത്രമായിട്ട് ചെത്തിയെടുത്തിട്ട് അതൊന്ന് ഒരു ദിവസം ഒന്ന്
വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ഫോമാണിത്. ഇനി ഇതിലേക്ക് അല്പം ഒരു 2-3 ടേബിൾ സ്പൂണ് റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കിന്നിൽ ചർമ്മത്തിൻ്റെ ഒരു സ്വാഭാവിക തിളക്കം നിലനിർത്താനൊക്കെ നമ്മൾ ഓറഞ്ച് തൊലി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് ഉണക്കാതെ പെട്ടെന്ന് ഉപയോഗിച്ച് ചിലപ്പോൾ സ്കിന്നിൽ ഇറിറ്റേഷൻ വരും എന്നുള്ളതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം കുതിർത്തിട്ടിട്ടുള്ളത്. ചർമ്മത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ഓറഞ്ച് തൊലി സഹായിക്കുന്നുണ്ട്. അതുപോലെ ചർമ്മത്തിന് ഗുണകരമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ ഈ ഓറഞ്ച് തൊലിയിൽ തന്നെയുണ്ട്. തിളക്കമാർന്ന ഒരു ചർമ്മം നേടാനുള്ള ഒരു മാർഗം കൂടെയാണിത്. പിന്നെ കറുത്ത പാട്, പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് തുടങ്ങിയിട്ടുള്ള പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു സിറം. ഇത് നിങ്ങൾക്ക് സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പഴമാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ധാരാളം വൈറ്റമിൻ സിയും ഒക്കെ ഉള്ളതുകൊണ്ട് കോശങ്ങളെ സംരക്ഷിക്കാനും അത് ആരോഗ്യത്തോടെ നിലനിർത്താനും കൂടെ ഈ വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻസുകളുടെയും നാരുകളുടെയും ഒക്കെ ഒരു സ്രോതസ്സാണ് ഓറഞ്ച് എന്നുള്ളത് കൊണ്ട് അകാല വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളായ ചുളിവുകളും പാടുകളും എന്നിവയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം അരിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അലോവേര ജെല്ല് നിങ്ങൾക്ക് അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കേണ്ടതിൽ സ്കിപ്പ് ചെയ്യാം. ഇത് കണ്ടോ, നല്ലൊരു ഫേസ് സിറത്തിൻ്റെ എഫക്റ്റ് കിട്ടി. ഇത്തരം ഹോം മെയ്ഡ് വൈറ്റമിൻ സി സിറം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് സ്കിന്നിൽ ഉണ്ടാവുന്ന വളരെ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഈ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല സ്മൂത്തും സപ്പിളും ആയിട്ടിരിക്കാനും ഡ്രൈ സ്കിന്ന് മാറ്റാനും ഒക്കെ സഹായിക്കുന്നത് കൂടെയാണ് കേട്ടോ. അപ്പോൾ അതൊരു ചെറുപ്പക്കാർക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഏത് പ്രായത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റും. അതൊരു സൗന്ദര്യ മേഖല മാത്രമല്ല. നമ്മുടെ ചർമ്മം എന്നുള്ളത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചർമ്മം ഇതൊക്കെ തന്നെ നമ്മുടെ സ്വന്തമാണ്. അത് എപ്പോൾ കെയർ ചെയ്യണം, എങ്ങനെ കെയർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളതിൽ പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വേണം പറയാൻ, അല്ലാതെ സൗന്ദര്യ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. കാരണം മെലാസ്മ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇത് വ്യാപിച്ചു തുടങ്ങുന്ന സമയത്ത് ഒട്ടും കെയർ ചെയ്യാതെ ഇത് ഓർത്ത് വിഷമിച്ചിരുന്നാൽ നമുക്ക് വീണ്ടും ഈ ഒരു പ്രശ്നം കൂടുകയുള്ളൂ. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സിറം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ചർമ്മത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് വലിയ അളവിൽ ഉണ്ടാക്കി ഉപയോഗിക്കാനും പറ്റും. ഇത് പുറമെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിറവും അതുപോലെ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്ന ഒന്നുകൂടെയാണ്. നിങ്ങൾക്ക് ഓക്കെ എന്നുള്ളത് തിരഞ്ഞെടുക്കാവുന്നതുമാണ്. അപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ മാറ്റണം എന്നൊന്നുമില്ല. നമ്മുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഏത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സിറം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ആർക്കെങ്കിലും ഒക്കെ ഇതുപോലുള്ള വീഡിയോസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.